ഇത് കണ്ടാൽ തോന്നുന്നു രാവിലെ ഉറങ്ങി എണീറ്റ് വരികയാണെന്ന്. അല്ല, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങിയിട്ട് 4 മണിക്ക് എണീറ്റ് വരികയാണ്. നല്ല ഉറക്കച്ചടവുണ്ട്. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോഴോ വേറെ ആൾ അവിടെ കാത്തിക്കുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് ഒരാൾ ഉറങ്ങി എണീറ്റ് വന്നാലും പുറത്ത് പോയി വന്നാൽ അതേ സന്തോഷം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായയൊക്കെ കഴിച്ച് ചായ കുടിച്ച് അച്ചപ്പം കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഉമ്മർത്ത് വന്നപ്പോൾ അച്ഛൻ ഓസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയുള്ള യുദ്ധമാണ് അവന്. പിന്നെ ഞങ്ങൾ വേഗം അമ്മ മുറ്റടിച്ചു, ഞാൻ അകമൊക്കെ അടിച്ച് വാരി. എന്നിട്ട് പതിവില്ലാണ്ട് ഞാൻ പേപ്പർ വായിക്കാനിരുന്നതാണ്. അങ്ങനെ ആറ്റുനൂറ്റ് പേപ്പർ വായിക്കാനിരുന്നപ്പോഴോ അത് പഴയ പേപ്പറായിരുന്നു. അത് ഫ്രണ്ടിലെ തോരണം കണ്ടറിഞ്ഞൂടെ ഡിസംബർ 25 പേപ്പറാണ്. അതറിയാണ്ട് കേട്ടോ ഞാൻ വായിക്കായിരുന്നത്. പിന്നെ എനിക്ക് സങ്കടമായി. അന്നത്തെ പേപ്പർ കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ നേരെ പോയിട്ട് ചിക്കൻ കറിക്കുള്ള ഉള്ളി നേരാക്കായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കുറേ നേരം സംസാരിക്കുന്നത്. അത് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുകയല്ല, അമ്മ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ എത്ര ഉള്ളി എടുക്കണം, എത്ര വെളുത്തുള്ളി എടുക്കണം എന്നൊക്കെ അമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേലെഴുകാൻ പോയി. ഈ നേരത്തല്ല സാധാരണ മേലെഴുകുക, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ സന്ധ്യ കഴിഞ്ഞാൽ. അങ്ങനെ മേലെഴുകിയിട്ട് എന്നിട്ടും ഏട്ടൻ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ കുറേ നേരം പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് കാത്തിരുന്നപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ ചിക്കൻ കൊണ്ടുവരും കേട്ടോ, എന്നിട്ട് വേണം ചിക്കൻ കറി വെക്കാൻ. അതുകൊണ്ട് മാത്രമല്ല കാത്തിരിക്കുന്നത്, ഏട്ടൻ വന്നാലാണ് എനിക്ക് പെട്ടെന്ന് സമയം പോകുള്ളൂ. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് റീലൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കും.